രാജ്യത്തെയാകെ ഭീതിയിലാഴ്ത്തിയ പുൽവാമ ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് 7 വർഷം പിന്നിടുകയാണ്. പുൽവാമയിലെ ലതപോറ പ്രദേശത്താണ് 40 CRPF ജവാന്മാരുടെ ജീവനെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്ന് നടന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു ആക്രമണത്തിന്റെ പിന്നിൽ. ആക്രമണത്തിന് ഇന്ത്യൻ പ്രതിരോധ സേനയും മറുപടി നൽകാൻ തീരുമാനിച്ചതോടെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളും പിന്നീട് സാക്ഷ്യം വഹിച്ചത്. 7 വർഷം മുൻപ് ഇതേ ദിവസമാണ് ഇന്ത്യ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നിന് സാക്ഷ്യം വഹിച്ചത്. ഒരു രാജ്യത്തെയാകെ ഞെട്ടലിലും ദുഃഖത്തിലും രോഷത്തിലും ആഴ്ത്തിക്കൊണ്ടാണ് 2019 ഫെബ്രുവരി 14 വൈകിട്ട് 3:15 പുൽവാമ ഭീകരാക്രമണത്തിന്റെ വാർത്ത പുറത്തുവരുന്നത്. പുൽവാമയിലെ ലതപോറ പ്രദേശത്ത് CRPF വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ചാവേർ ബോംബ് ആക്രമണത്തിൽ 40 ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിനാണ് തുടക്കമിട്ടത്. 78 വാഹനങ്ങളിലായി 2500-ലധികം CRPF ഉദ്യോഗസ്ഥരുടെ സംഘമാണ് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് ദേശീയപാത 44-ലൂടെ യാത്ര ആരംഭിച്ചത്. സംഘം ലതപോറയിൽ എത്തിയപ്പോൾ RDX ഉൾപ്പെടെ ഏകദേശം 300 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ബസ്സുകളിൽ ഒന്നിലേക്ക് ഇടിച്ചു കയറി. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 22-കാരൻ ആദിൽ മുഹമ്മദ് ധാർ ആയിരുന്നു ചാവേർ ആക്രമണത്തിനു പിന്നിൽ. തുടർന്ന് NIA നടത്തിയ അന്വേഷണത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ അടക്കം 19 പേരെ പ്രതി ചേർക്കുകയും ചെയ്തു. ആക്രമണത്തിനു മറുപടിയായി ഫെബ്രുവരി 26-ന് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തി. ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ പരിശീലന ക്യാമ്പ് തകർത്ത ഇന്ത്യൻ സൈന്യം ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ മുഹമ്മദ് ഇസ്മൽ ആൽവി ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്തി. ഇന്ത്യയുടെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ പിടികൂടുകയും പിന്നീട് മാർച്ച് 1-ന് വിട്ടയക്കുകയും ചെയ്തതും ഈ ആക്രമണത്തിന്റെ ഭാഗമായാണ്. 2021 ഓഗസ്റ്റോടെ വിവിധ ഏറ്റുമുട്ടലുകളിലായി 7 പ്രധാന ഗൂഢാലോചനക്കാരെയാണ് സുരക്ഷാസേന വധിച്ചത്. കൂടാതെ 7 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തിരിഞ്ഞു നോക്കുമ്പോൾ പുൽവാമ ഭീകരാക്രമണം വലിയ ഒരു ദുരന്തത്തിന്റെ നിമിഷമായിരുന്നു എങ്കിലും പിന്നീടത് ഇന്ത്യയുടെ രാഷ്ട്രീയ, സുരക്ഷ, വികസന മേഖലകളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് കാരണമായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.